നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എത്തുന്നത് എൻ്റെ ഈ വാഴത്തോട്ടത്തിലാണ്. വാഴത്തോട്ടത്തിൽ നമ്മൾ മറ്റേ ചുവപ്പ് താമര നമ്മൾ ഡ്രമ്മിൽ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാനാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ വെക്കുന്നത്. ഇതാണ് നമ്മൾ ഡ്രമ്മിൽ കുഴിച്ചിട്ടുള്ള ചുവപ്പ് താമര. അപ്പോൾ വാഴത്തോട്ടത്തിൽ വന്നു നോക്കിയപ്പോഴാണ് കൂടായത് കണ്ടത്. പിന്നെ നമ്മളെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ റംബൂട്ടാൻ്റെ മരമാണ്. ഭയങ്കര മഴ അടിച്ചപ്പോൾ കാറ്റിനോട് പോയി. പിന്നെ പഴമാണ്. ഇത് സീതപ്പഴം. നമ്മളെ പറമ്പിൽ ഉണ്ടായത് ആദ്യമായിട്ട് ഉണ്ടാവുന്ന സീതപ്പഴം. പിന്നെ അതുപോലെ തന്നെ ചീനമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന ഒരു കുട്ടികളൊക്കെ കഴിച്ചിരുന്ന ഒരു സാധനമാണ് നട്ടങ്ങ പറഞ്ഞ നട്ടങ്ങപ്പഴം. അത് തന്നെ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് കളിക്കാൻ പോകുന്നത് നമ്മളെ വാഴത്തോട്ടത്തിലൊരു കൃഷിയിൽ ഉണ്ടാക്കിയുള്ള ഒരു കുമ്പളങ്ങയാണ്. അതാണ് പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വാഴത്തോട്ടത്തിലേക്ക് തന്നെ പോവാം. അപ്പം നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ തൃത്താവൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ആയുർവേദം മരുന്നാണ്. അത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ സാധനം നമ്മുടെ വാഴമേ കാറ്റടിച്ച് വീഴാതെ ഈ വാഴ താങ്ങി നിർത്തിയ സാധനമാണ് നമ്മുടെ കുമ്പളങ്ങ. ഇതാണ് നമ്മളെ വീട്ടിലുണ്ടായുള്ള വളം ഇടാതെ ഉണ്ടായിരുന്ന ഒരു സാധനം. അത് കുമ്പളങ്ങ. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന സാധനം പച്ചക്കറി ഐറ്റംസിൽ പെട്ട കുമ്പളങ്ങ. അപ്പോൾ ഇത് നമ്മൾ വളം ഇടാതെ ഉണ്ടാക്കിയതാണ്. നമ്മൾ വളരെ കാത്തു സൂക്ഷിച്ചാൽ സാധനം ഉണ്ടാക്കിയുള്ളത്, കാറ്റത്തൊന്നും വീഴാതെ. അപ്പോൾ നമ്മളിത് പൊട്ടിക്കുകയാണ്. ഇത്രയും വലിയ കുമ്പളങ്ങ നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്മേൽ നല്ലൊരു പൊടി ഉണ്ട്. ഈ പൊടിയാണ് ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നത്, വണ്ടികളൊന്നും കുത്താതെ. പിന്നെ നല്ല സാമ്പാർ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഉഗ്രൻ സാധനമാണ് ഇത്. കടകളിലാണ് ആരെയും കണ്ടുവരുന്നത്. വീടുകളിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, കടകളിലൊക്കെ അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഇപ്പോൾ ഞാൻ പിടിച്ച് നോക്കുമ്പോൾ എനിക്ക് 2 കിലോ വെയിറ്റാണ് തോന്നുന്നത്. അപ്പോൾ 2 കിലോ ഉണ്ടാവും. നമ്മളെ നാടനായതുകൊണ്ട് കറി വെച്ചാൽ അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.